ഹലോ എവ്രി വൺ, നിങ്ങളൊരു 18 വയസ്സിന് താഴെയുള്ള ഒരാളാണെങ്കിൽ നിങ്ങളൊരു മൈനറാണ്. ഈ മൈനറായ നിങ്ങൾക്ക് എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് അഥവാ സ്റ്റോക്ക് ട്രേഡിംഗ് ചെയ്യുക അഥവാ മ്യൂച്വൽ ഫണ്ട്സിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുക, ഇത് രണ്ടുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ക്ലിയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വളരെ സിമ്പിളായൊരു ലീഗൽ ലൂപ്പ് ഹോൾ ഉണ്ട്. അതുപോരാതെ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് മൈനറായിട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മെത്തേഡ് ഉണ്ട്. ഏറ്റവും സിമ്പിളായതും കറക്റ്റായ രീതി എല്ലാം ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് വാർണിംഗ് ഉണ്ട്. മ്യൂച്വൽ ഫണ്ട്സും സ്റ്റോക്സും പുറത്ത് നിന്ന് നോക്കുമ്പോൾ ഭയങ്കര രസമുള്ള അല്ലെ, കുറേ പൈസ ഉണ്ടാക്കാം, ഗ്രാഫ് മേലേക്ക് പോകുന്നു, റിട്ടേൺസ് ഉണ്ടാക്കാം. അങ്ങനെയല്ല, ഇതിൻ്റെ റിസ്ക്സ് ഉണ്ട്, ഇതിന് കുറേ കാര്യങ്ങൾ അറിയാറുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി അത് മനസ്സിലാക്കി അതിൻ്റെ റിസ്ക്സും റിവാർഡും മനസ്സിലാക്കി മാത്രമേ എൻട്രി ചെയ്യാൻ പാടുള്ളൂ. എവിടെയൊക്കെ ഗെയിൻ ഉണ്ടോ അവിടെയൊക്കെ ലോസ് ഉണ്ടാവുന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഇതൊരു ലോങ് ടേം ഗെയിം ആയിരിക്കണം എപ്പോഴും. അപ്പോൾ ഓവർ പേടിപ്പിക്കാതെ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. എങ്ങനെയാണ് ഒരു മൈനറിന് ഇന്ത്യയിൽ മ്യൂച്വൽ ഫണ്ടിലും സ്റ്റോക്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാന്ന്. ഫസ്റ്റ് തന്നെ ഈ വീഡിയോ ആർക്കാണ് മൈനർ എന്ന് പറഞ്ഞാൽ 18 വയസ്സ് താഴെയുള്ളവർക്കാണ്. അല്ലാത്തവർക്ക് വെറുതെ സ്റ്റോക്കിലും മ്യൂച്വൽ ഫണ്ടിലും ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഒരു ബ്രോക്കർ ആപ്പ് എടുക്കുക, ഡിമാറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക, പാൻ കാർഡ് പിന്നെ നിങ്ങൾക്ക് ഉണ്ടാവണം. അത് നിങ്ങൾ നേരെ സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ കോംപ്ലിക്കേഷൻസ് ഒന്നും വരുന്നില്ല. മൈനർ അഥവാ 18 വയസ്സിന് താഴെയുള്ളവർക്കാണ് ഈ വീഡിയോ സ്പെഷ്യലായിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു മൈനറാണ്, നിങ്ങൾ കണ്ടിരിക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യും, അപ്പോൾ അവർ അറിഞ്ഞിരിക്കട്ടെ ഇതിനെ പറ്റിയിട്ട്. നിങ്ങളുടെ പേരൻസിനും അഥവാ ഗാർഡിയനും ഇത് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ്, മ്യൂച്വൽ ഫണ്ടിലോ സ്റ്റോക്കിലോ ആര് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലും നമുക്ക് വേണ്ടത് പാൻ കാർഡാണ്. നമ്മുടെ ഫിനാൻഷ്യൽ ലോകത്തിലേക്ക് കയറുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ജോലി ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇൻകം ആയിക്കോട്ടെ, നിങ്ങൾക്ക് സ്റ്റോക്ക് ആയിക്കോട്ടെ, എന്ത് വാങ്ങിക്കണം, എന്ത് വാങ്ങണം ആയിക്കോട്ടെ, പാൻ കാർഡ് നിർബന്ധമാണ്. നിങ്ങളുടെ ജീവിതകാലം മൊത്തം ടാക്സേഷനും ഇൻകത്തിനുള്ള എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള നമ്പറാണ് പാൻ കാർഡ്. അപ്പോൾ പാൻ കാർഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പാൻ കാർഡ് നിങ്ങൾക്ക് മൈനറായി നിങ്ങൾക്കും കിട്ടും. അപ്പോൾ പാൻ കാർഡിന് വേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പ്രോട്ടിയൻ അഥവാ പണ്ട് NSDL എന്ന് പറഞ്ഞ വെബ്സൈറ്റിലേക്ക് നിങ്ങൾ പോകണം. അപ്പോൾ ഗൂഗിളിൽ പ്രോട്ടിയൻ അടിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട ഫോമാണ് 49A. നിങ്ങൾ ചൂസ് ചെയ്യേണ്ട ന്യൂ പാൻ ഇന്ത്യൻ ഇൻഡിവിജ്വൽ ഫോം 49A സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളത് ഫില്ല് ചെയ്യുക. ഈ ഫോമിൽ നിങ്ങൾ മൈനറിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, നിങ്ങളൊരു മൈനറാണെങ്കിൽ നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ്, ഡേറ്റ് ഓഫ് ബർത്ത്, അതിൻ്റെ പ്രൂഫും, അത് കഴിഞ്ഞിട്ട് RA റെപ്രസെൻറ്റേറ്റീവ് SSC. റെപ്രസെൻറ്റേറ്റീവ് SSC എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഗാർഡിയൻ, നിങ്ങളുടെ പേരൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒഫീഷ്യൽ ഗാർഡിയൻ, അവരുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി ആൻഡ് പ്രൂഫ് ഓഫ് അഡ്രസ് POIയും POAയും കൂടി ഫില്ല് ചെയ്താൽ, ഈ പ്രൂഫുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോം ഫില്ലായി കഴിഞ്ഞു. ഇനി ആ വെബ്സൈറ്റിലെ ഇൻസ്ട്രക്ഷൻ പോലെ ഇത് പ്രിൻറ്റ് ചെയ്ത് സൈൻ ചെയ്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ഓഫീസിലേക്ക് നിങ്ങൾ കൊറിയർ ചെയ്യേണ്ടി വരും. ഇനി ഇതെല്ലാം നിങ്ങൾക്കൊരു CA അല്ലെങ്കിൽ ഇത് ചെയ്ത് തരുന്ന ആരെങ്കിലും അറിയെങ്കിൽ ഡെഫിനറ്റ്ലി അവരെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ട പാൻ കാർഡാണ്. പാൻ കാർഡ് മൈനറിന് കിട്ടും, പക്ഷേ നമ്മുടെ ഗാർഡിയൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട്. അപ്പോൾ പാൻ കാർഡാണ് ആദ്യം സെറ്റ് ആക്കേണ്ടത്. ഇനി നമുക്ക് സ്റ്റോക്ക് വാങ്ങിക്കാൻ അല്ലെങ്കിൽ സ്റ്റോക്ക് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് മൈനറിന് ഇങ്ങനെ ഒരു മൈനർ അക്കൗണ്ട് ചെയ്യാൻ നോക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് മെത്തേഡ്. സെക്കൻഡ് മെത്തേഡാണ് കുറച്ചുകൂടി സിംപ്ലർ ആൻഡ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. ആൻഡ് ഫസ്റ്റ് മെത്തേഡാണ് ശരിക്കും ഒരു മൈനർ ചെയ്യേണ്ടത് ശരിക്കും. ഓക്കെ, പക്ഷേ അതിനെക്കാട്ട് സിംപ്ലറാണ് സെക്കൻഡ് മെത്തേഡ്. ഫസ്റ്റ് മെത്തേഡിലേക്ക് വരാം. ഫസ്റ്റ് മെത്തേഡിൽ നമ്മൾ മൈനറിന് വേണ്ടിയിട്ട് ഒരു മൈനർ ഡിമാറ്റ് അക്കൗണ്ടും അതേപോലെ ബ്രോക്കർ ആപ്പിലൂടെയൊക്കെ ചെയ്യാൻ പോകണം. ഓക്കെ, ഫസ്റ്റ് കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കുറച്ച് ലിമിറ്റഡ് കാര്യങ്ങളെ ഈ മൈനറിന് ചെയ്യാൻ പറ്റുള്ളൂ. ഫുള്ള് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് സെല്ല് ചെയ്യുകയാണെങ്കിലും എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ ഫുള്ള് ഗാർഡിയൻ തന്നെ ചെയ്യണം. മൈനറിന് ചെയ്യാനുള്ള അധികാരമില്ല. അത് നമ്മൾ ലിങ്ക് ചെയ്തിട്ട് ഗാർഡിയൻ അക്കൗണ്ടിൽ കൂടിയാണ് മൊത്തം ചെയ്യുക. മൈനറിന് ബേസിക്കലി ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഗാർഡിയൻ ആണ് ഇതിന് വേണ്ടി ഓപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ട മൈനർ അക്കൗണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബ്രോക്കർ ആപ്പ് വേണം. അപ്പോൾ നിങ്ങൾ കാണുന്ന എല്ലാ പ്ലാറ്റ്ഫോംസും ശരിക്കും പറഞ്ഞാൽ മൈനർ അക്കൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല. 1-2 ഉണ്ട്, ഞാൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. രണ്ടാമതാണ് നമ്മൾ മൈനറിന് നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അത് സാധാരണ പ്രോസസ് തന്നെ, പക്ഷേ നമ്മൾ ഗാർഡിയനെ മാപ്പ് അല്ലെങ്കിൽ ലിങ്ക് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ ഗാർഡിയനെ ലിങ്ക് ചെയ്തിട്ട് അതിനോടൊപ്പം നമ്മൾ പ്രൂഫ് ഓഫ് റിലേഷൻഷിപ്പ്, പ്രൂഫ് ഓഫ് അഡ്രസ്സ്, പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മൾ ഇത് രണ്ടും നമ്മൾ ലിങ്ക് ചെയ്യുന്നു. മൈനറിന് ഒരു ഡിമാറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനി 18 വയസ്സ് വരെ ഗാർഡിയനാണ് ഈ ഡിമാറ്റ് അക്കൗണ്ടിലുള്ള എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ലീഗലി ഗാർഡിയൻ തന്നെയാണ് എല്ലാം ചെയ്യേണ്ടത്, അല്ലാണ്ട് മൈനർ സ്വന്തം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഈ മെത്തേഡിൽ മൈനറിന് സ്വന്തം ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ട്, മൈനറിൻ്റെ പേരിലാണ് എല്ലാം വരിക, പക്ഷേ ഗാർഡിയനാണ് എല്ലാം ചെയ്യുന്നത്. ഇത് പോരാതെ ഇതിലൊരു ലിമിറ്റേഷൻ വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രോക്കർ ആപ്പിലൂടെ ചെയ്യാൻ പറ്റില്ല, ലിമിറ്റഡ് ഓപ്ഷൻസ് ഉള്ളൂ. ഇതും പോരാതെ കുറച്ച് വലിയ ഡിമെറിറ്റ്സ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഡിമെറിറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ അക്കൗണ്ടിൽ, ഈ മൈനർ അക്കൗണ്ടിൽ നിങ്ങൾക്ക് ഷെയർ വാങ്ങിക്കാൻ പറ്റില്ല, സ്റ്റോക്കുകൾ വാങ്ങിക്കാൻ പറ്റില്ല, ബൈ ചെയ്യാൻ പറ്റില്ല. എങ്ങനെയാണ് നിങ്ങൾക്ക് അപ്പോൾ സ്റ്റോക്ക് കിട്ടുക, അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എന്തെങ്കിലും വന്നാലല്ലേ നിങ്ങൾക്ക് ഷെയർ മാർക്കറ്റിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ IPO അലോട്ട്മെൻറ്റിലൂടെ. അപ്പോൾ IPOയിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യുക, IPO അലോട്ട്മെൻറ്റിന് കിട്ടുന്ന സ്റ്റോക്സ് നിങ്ങളുടേതാണ്. രണ്ടാമത് നിങ്ങളുടെ പേരൻറ്റോ ഗാർഡിയനോ അല്ല ആരെങ്കിലും നിങ്ങൾക്ക് ഗിഫ്റ്റ് അഥവാ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, അപ്പോൾ അവർ വാങ്ങിച്ചിട്ട് അവർ നിങ്ങൾക്ക് ഗിഫ്റ്റോ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടും. നിങ്ങൾക്ക് ഒരിക്കലും ഡയറക്റ്റ് മാർക്കറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ഡെലിവറിയോ വാങ്ങിക്കാനൊന്നും പറ്റില്ല. മൈനർ അക്കൗണ്ടിൽ വേറെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, ഇൻട്രാഡേ പറ്റില്ല, മാർജിൻ പറ്റില്ല, FNO പറ്റില്ല, പ്ലജ് ചെയ്യാൻ പറ്റില്ല, മാർജിൻ ഫണ്ടിങ് ഒന്നും പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് സെല് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് IPO ആപ്ലിക്കേഷൻ പറ്റും, നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് സ്റ്റോക്കുകൾ കിട്ടാൻ പറ്റും, ഷെയർസ് കിട്ടാൻ പറ്റും, ആൻഡ് നിങ്ങൾക്ക് സെല് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ഈ അക്കൗണ്ട്
അക്കൗണ്ട് വെച്ചിട്ട്. ആൻഡ് ഇത് ആരും ഓപ്പറേറ്റ് ചെയ്യണം? ഫുൾ ഗാർഡിയൻ. അപ്പോൾ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ ഇതാണ് നിങ്ങൾക്കൊരു മൈനറായിട്ട് മൈനർ ഡിമാറ്റിലൂടെ ചെയ്യുന്നതിൻ്റെ മെത്തേഡ് 1. ഇനി 18 വയസ്സായി കഴിയുമ്പോൾ എന്താ നിങ്ങൾ മനസ്സിലാക്കണം, ബ്രോക്കർ തന്നെ ഇതൊരു പുതിയ ഇൻഡിവിജ്വൽ അക്കൗണ്ട് ആക്കും. പിന്നെ നിങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് KYC ചെയ്യണം, ഫുൾ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഇത് സപ്പോർട്ട് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് അതിനുള്ള പ്രോസസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ആൻഡ് പിന്നെ ടാക്സേഷനിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷേ ബേസിക്കലി കുട്ടി തന്നെയായിരുന്നു ആദ്യം മുതൽ ഹോൾഡ് ചെയ്യുന്നത്. അപ്പം നോർമൽ ടാക്സേഷനാണ് വരിക. പക്ഷേ അതിനെപ്പറ്റി നിങ്ങൾക്ക് ഡീറ്റെയിൽ അറിയാൻ വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി. അപ്പോൾ മെത്തേഡ് 1ൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ കുട്ടീൻ്റെ പേരിൽ അഥവാ മൈനറിൻ്റെ പേരിലാണ് സ്റ്റോക്കുകളൊക്കെ വരാമെന്ന്. വാങ്ങിക്കാൻ പറ്റില്ല, സെല് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ഓപ്പറേഷൻ ചെയ്യണം, ഗാർഡിയൻ ചെയ്യണം. ആൻഡ് 18 വയസ്സാകുമ്പോൾ ഇത് നോർമൽ അക്കൗണ്ട് ആയിക്കോളും. ഇങ്ങനത്തെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. പക്ഷേ കുറച്ച് പ്രോസസ്സ് ഉണ്ട്, കുറച്ച് ലെങ്തിയാണ്, ഇതൊക്കെ ചെയ്യണം. രണ്ടാമത്തെ മെത്തേഡാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്. ആൻഡ് ഇത് ലീഗലി കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതിലൊരു ഇല്ലീഗാലിറ്റി ഇല്ല. പക്ഷേ 1-2 കോൺസ് ഉണ്ട്, പക്ഷേ കൂടുതൽ പ്രോസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പേരൻറ്റ് അല്ലെങ്കിൽ ഒരു ഗാർഡിയൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ട്രസ്റ്റഡ് ആളുണ്ടാവും. അവർ 18 വയസ്സിന് മേലെയാണെങ്കിൽ അവരുടെ പേരിൽ നിങ്ങൾ ഡിമാറ്റ് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളല്ല, അവർ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ആവശ്യമുള്ള സ്റ്റോക്കുകളോ വാങ്ങിക്കാനുള്ളതോ വിൽക്കാനുള്ളതോ നിങ്ങൾ അവരോട് പറയാം. ഓക്കെ, എന്നിട്ട് അവർ നിങ്ങൾക്ക് വേണ്ടി എക്സിക്യൂട്ട് ചെയ്ത് തരാം. ഓക്കെ, ഇതിൽ 1-2 പ്രശ്നം ഉണ്ടാവും. ഫസ്റ്റ് തന്നെ അവർ നിങ്ങൾ പറയുന്നത് അനുസരിക്കണം. സെക്കൻഡ് കാര്യം, നിങ്ങൾക്ക് അവരെ ട്രസ്റ്റഡ് എടുക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് കുറച്ച് സേവിങ്സ് ഉണ്ട്, നിങ്ങൾക്ക് അവർക്ക് കൊടുത്തിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് വാങ്ങിക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ അവർ വാങ്ങിച്ച് തരണം. ഓക്കെ, ഇനി ഇതിൽ ഏറ്റവും വലിയൊരു റിസ്ക്, ശരിക്കും പറഞ്ഞാൽ സ്വന്തം പേരൻറ്റ് നിങ്ങൾ ട്രസ്റ്റഡ് ആളാണ്, ഒരു പ്രശ്നമില്ല. നിങ്ങൾ 18 വയസ്സായി കഴിയുമ്പോൾ, നിങ്ങളൊരു മേജർ ആയി കഴിയുമ്പോൾ, നിങ്ങളൊരു 18 ഇയേഴ്സ് ക്രോസ് ചെയ്ത് കഴിഞ്ഞ് സ്വന്തം നിങ്ങൾ ഡിമാറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് സ്വന്തം സ്റ്റോക്സിലേക്ക് മ്യൂച്വൽ ഫണ്ട്സിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ ഇവരിത് ഗിഫ്റ്റ് ആക്കി തരണം വിത്തൗട്ട് കൺസിഡറേഷൻ. ഓക്കെ, അപ്പോൾ ഇവർ ഒരു പ്രശ്നമില്ലാതെ ട്രാൻസ്ഫർ ചെയ്ത് തരണം. അത്രയും കാലം ശരിക്കും പറഞ്ഞ ഓണർഷിപ്പ് ആരയിലാണ്? നിങ്ങളുടെ പേരൻറ്റോ ഗാർഡിയനോ അല്ലെങ്കിൽ ട്രസ്റ്റഡ് കോൺടാക്റ്റിനടുത്താണ്. 18 വയസ്സ് കഴിയുമ്പോൾ അവർ തരണം. അപ്പോൾ നിങ്ങൾക്ക് ആ വിശ്വാസമുള്ള ആളെ കൊണ്ട് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാം. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും, വിൽക്കാൻ പറ്റും, FNO ചെയ്യാൻ പറ്റും, എല്ലാം സാധാരണ ഓപ്ഷൻസ് കിട്ടുന്ന എല്ലാ സംഭവങ്ങളുണ്ട്. പക്ഷേ ആകുള്ള റിസ്ക് ഇത് ഇവരുടെ അക്കൗണ്ടിലാണ് ആൻഡ് ഇവരുടെ ഓണർഷിപ്പിലാണ് ആൻഡ് ഇവർ തരണം എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പം അത്ര ഉള്ളൊരു സംഭവം. പക്ഷേ 18 വയസ്സ് കഴിഞ്ഞാൽ സിമ്പിളാണ്, വലിയ പ്രോസസ്സൊന്നുമില്ല. നിങ്ങൾക്ക് പാൻ കാർഡ് നിങ്ങൾ മൈനറിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. 18 വയസ്സ് കഴിയുമ്പോൾ നോർമൽ പാൻ കാർഡ് കിട്ടും. നിങ്ങൾ മൈനർ ഡിമാറ്റ് അക്കൗണ്ട് കഴിഞ്ഞിട്ട് അത് മേജറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സൊന്നുമില്ല. ഏത് പ്ലാറ്റ്ഫോമും ഉപയോഗിക്കാം. ആകെ ട്രസ്റ്റ് വർത്തി കോൺടാക്റ്റ് ആയിരിക്കണം. ആൻഡ് 18 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടണം. വളരെ പെട്ടെന്ന് എങ്ങനെയാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ കൂടി ഒന്ന് വെറുതെ പറഞ്ഞുതരാം. 18 വയസ്സ് കഴിയുമ്പോൾ നമ്മൾ ഈ കുട്ടിയല്ല ഇപ്പോൾ ആയത്, 18 വയസ്സ് കഴിയുമ്പോൾ അഡൾട്ടായി, അയാളുടെ നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻഡിവിജ്വലായിട്ട്. പേരൻറ്റ് ടു കിഡ് ആണെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, കാരണം ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടാക്സേഷനിൽ കുറച്ചുകൂടി ബെനിഫിറ്റ് ഉണ്ടാവും, എക്സ്ട്രാ ടാക്സ് വരില്ല, ഗിഫ്റ്റ് ആയിട്ട് തന്നെ കരുതും. പേരൻറ്റ് എന്ത് ചെയ്യുന്നു, CDSL ഈസിയസ്റ്റ് അഥവാ NSDL Speedy എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോയിട്ട് ചൈൽഡിനെ ഒരു ബെനിഫിഷ്യറി ആയിട്ട് ആഡ് ചെയ്യുന്നു. എന്നിട്ട് ഓഫ് മാർക്കറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു, റീസൺ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നു. ആൻഡ് കൺസിഡറേഷൻ 0 കൊടുക്കണം. കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ ഇവൻ തിരിച്ച് എനിക്ക് എന്തെങ്കിലും തരുന്നുള്ളൊരു എക്സ്പെക്ടേഷനല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്റ്റാമ്പ് ഡ്യൂട്ടി ഉണ്ടാവില്ല. ഇനി നിങ്ങളുടെ ബ്രോക്കർ അപ്രൂവ് ചെയ്താൽ 1-2 ദിവസത്തിൽ നിങ്ങൾക്ക് ഓഫ് മാർക്കറ്റ് ട്രാൻസ്ഫറും കൂടിയായി. അപ്പോൾ 18 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോക്കുകളും കാര്യങ്ങളും കിട്ടി. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഈ കുട്ടി മേജറായി കഴിഞ്ഞിട്ട് 18 വയസ്സായി കഴിഞ്ഞിട്ട് ഈ സ്റ്റോക്കുകളൊക്കെ വിൽക്കുമ്പോൾ, ഷെയറുകളൊക്കെ വിൽക്കുമ്പോൾ ടാക്സേഷൻ എന്ന് പറഞ്ഞാൽ എന്നാണോ നിങ്ങളുടെ പേരൻറ്റ് അല്ലെങ്കിൽ ഗാർഡിയൻ വാങ്ങിച്ചാൽ അന്ന് മുതലുള്ള ടാക്സേഷനാണ് അപ്ലൈ ചെയ്യുക, സാധാരണ പോലെ തന്നെ. ഇനി നമ്മുടെ മെത്തേഡ് 1 ആണെങ്കിലും മെത്തേഡ് 2 ആണെങ്കിലും ഓവറോൾ ലോങ് ടേമിൽ നോക്കുകയാണെങ്കിൽ ടാക്സേഷന് വലിയ വ്യത്യാസം വരുന്നില്ല. ഒരു ക്വിക്ക് അനൗൺസ്മെന്റ്, നിങ്ങളൊരു മൈനർ ആണെങ്കിലും മേജർ ആണെങ്കിലും നിങ്ങൾ മ്യൂച്വൽ ഫണ്ട്സിലോ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസ്ക്കുകൾ മനസ്സിലാക്കണം. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിനെ പറ്റി മൊത്തം മനസ്സിലാക്കാനും അതിൽ നിന്ന് പഠിച്ച് ഇൻവെസ്റ്റ് ചെയ്ത് അത് ഗ്രോ ചെയ്യാനുള്ള കൃത്യമായുള്ള ഫുൾ എഡ്യൂക്കേഷണൽ കണ്ടന്റ് നമ്മുടെ മ്യൂച്വൽ ഫണ്ട്സ് മേഡീസ് എന്നുള്ള കോഴ്സിലുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേഗം തന്നെ ജോയിൻ ചെയ്യാൻ താഴെ ലിങ്ക് ഉണ്ട്. അപ്പോൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ 20% ഓഫ് കിട്ടാൻ വേണ്ടിയിട്ട് മൈനർ20 എന്നുള്ള കോഡ് ഉപയോഗിക്കുക. മൈനർ20 കോഡ് ഉപയോഗിച്ചാൽ 20% ഓഫ് ഉണ്ട്. അപ്പോൾ വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ, താഴെ ലിങ്ക് ഉണ്ട്. മ്യൂച്വൽ ഫണ്ട് എൻട്രി ചെയ്യുന്നതിന് മുമ്പ് മൊത്തമായിട്ട് പഠിച്ച് പ്രോപ്പറായിട്ട് എൻട്രി ചെയ്യാം. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ജേർണി. ബാക്ക് ടു ദ വീഡിയോ. മ്യൂച്വൽ ഫണ്ടിലേക്ക് വരുമ്പോൾ അത്രയും കോംപ്ലിക്കേഷൻ ഇല്ല. ഈ സ്റ്റോക്കിൽ പോലെ 2 മെത്തേഡ് ഞാൻ പറയുന്നില്ല. കാരണം എന്താണ്, ഇന്ത്യയിൽ പ്രോപ്പറായിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്ന മെത്തേഡ് തന്നെ വളരെ സിമ്പിളാണ്. ഇത്രയും വലിയ കോംപ്ലിക്കേഷൻ ഇല്ല, കുറേ റെസ്ട്രിക്ഷൻസ് ഇല്ല. ഒരു മൈനറിന് മ്യൂച്വൽ ഫണ്ട് വാങ്ങിക്കാൻ പറ്റും, വിൽക്കാൻ പറ്റും, ആൻഡ് SIP ചെയ്യാൻ പറ്റും. ഇതിനപ്പുറം ചെയ്യാൻ തന്നെ ഒന്നുമില്ല. അപ്പോൾ ബേസിക്കലി ഒരു റിസ്ട്രിക്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയാണ് മൈനർ ഫോളിയോയിലൂടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ നമ്മൾ മനസ്സിലാക്കണം, നമ്മളിവിടെ ഒരു മൈനർ ഫോളിയോ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മൈനർ ഫോളിയോ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, മൈനറിൻ്റെ പേരിലാണ് നമ്മുടെ മ്യൂച്വൽ ഫണ്ടൊക്കെ അസൈൻ ആവുക. പക്ഷേ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളാണ് ഗാർഡിയൻ അല്ലേ പേരൻ്റാണ് വരിക. ഇതിൽ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ജോയിൻറ്റ് ഹോൾഡിംഗ് അലൗഡ് അല്ല. അപ്പം ജോയിൻ്റ് ആയിട്ടല്ല ഹോൾഡിംഗ് ഉള്ളത്. പിന്നെ നോമിനേഷനും അലൗഡ് അല്ല. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നോട്ട് ചെയ്യുക. ഇനി ഞാൻ പറഞ്ഞു വലിയ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. നമ്മുടെ മ്യൂച്വൽ ഫണ്ട് മൈനർ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ വാങ്ങിക്കാൻ പറ്റും, വിൽക്കാൻ പറ്റും, SIP ചെയ്യാൻ പറ്റും, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ മൈനർ അക്കൗണ്ടിലേക്ക് അല്ലെ മൈനർ ഫോളിയോയിലേക്ക് പൈസ വരുന്നതും പൈസ പോകുന്നതും കുറച്ച് സ്ട്രിക്റ്റ് ആയ സെബി റൂൾസ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ബാങ്ക് അക്കൗണ്ട് റൂളിലെ ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാൽ ഈ മൈനർ ഫോളിയോയിലേക്ക് വരുന്ന പൈസ
എവിടെ നിന്നൊക്കെ വരാം? ഒന്നെങ്കിൽ മൈനറിൻ്റെ അക്കൗണ്ടിൽ നിന്ന് വരാം, പേരൻ്റ് അല്ലെങ്കിൽ ഗാർഡിയൻ്റെ അക്കൗണ്ടിൽ വരാം, അല്ലെങ്കിൽ ഇവരുടെ ജോയിൻ്റ് അക്കൗണ്ട്, പേരൻറ്റും നമ്മുടെ കുട്ടിയും അല്ലെ മൈനറിൻ്റെയും ജോയിൻ്റ് അക്കൗണ്ടിൽ നിന്ന് പൈസ അതിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് ഈ പൈസ വെച്ച് വാങ്ങിക്കാൻ പറ്റും. രണ്ടാമത്തെ റൂൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ട് വിൽക്കുമ്പോൾ അഥവാ റിഡീം ചെയ്യുമ്പോൾ ഈ പൈസ എങ്ങോട്ട് പോകാൻ പറ്റും? ആകെ മൈനറിൻ്റെ അക്കൗണ്ടിലേക്ക്. പേരൻറ്റിൻ്റെ അക്കൗണ്ടിലേക്ക് പോകാൻ പറ്റില്ല, പൈസ ജോയിൻ്റ് അക്കൗണ്ടിലേക്ക് പോകാൻ പറ്റില്ല, മൈനറിൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെ പോകണം. ആകെ ഈ ഒരു റൂൾ മാത്രമേ സാധാരണ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റിംഗിൽ വ്യത്യാസമുള്ളൊരു മൈനർ ഫോളിയോയിലേക്ക് ആകുമ്പോൾ. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട 18 വയസ്സ് കഴിയുമ്പോൾ മൈനർ ടു മേജർ ആകുമ്പോൾ എന്താണ് റൂൾ എന്നാ. 18 വയസ്സായി കഴിയുമ്പോൾ MAM മൈനർ ടു മേജർ അഥവാ കൺവേർഷൻ എന്നുള്ളൊരു ഫയൽ RT ആയിട്ട് നമ്മൾ ഫയൽ ചെയ്യണം. അത് CAMS MAM ഫോം എന്നൊരു സംഭവമുണ്ട്. ഇനി പുതിയ മേജറിൻ്റെ KYCയും സിഗ്നേച്ചർ അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് വേണ്ടി വരും. ഫോളിയോ ഇനി മൊത്തം എന്താണ്, പുതിയ നമ്മുടെ കുട്ടീൻ്റെ പേരിൽ, കുട്ടി മാറി അഡൾട്ടായ മേജറിൻ്റെ പേരിലായിരിക്കും ഉണ്ടാവുക. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ SIP മാത്രം ചിലപ്പോൾ 18 വയസ്സാകുമ്പോൾ പോസാകും. അപ്പോൾ SIP ഒന്നുകൂടി റെസ്യൂം ചെയ്യണം, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു മൈനറിനെ പ്രോപ്പറായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സംഭവങ്ങൾ. സ്റ്റോക്ക് മാർക്കറ്റിൽ 2 മെത്തേഡ് ഉണ്ട്. പ്രോപ്പർ മൈനർ ഡിമാറ്റ് വെച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ട്രസ്റ്റഡ് ആയ പേരൻറ്റോ ഗാർഡിയനോ വെച്ച് ചെയ്തിട്ട് പിന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതാണ് സിംപ്ലർ മെത്തേഡ്. നമ്മുടെ മ്യൂച്വൽ ഫണ്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ മൈനർ ഫോളിയോ ചെയ്യണം. പക്ഷേ ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് തന്നെ നിങ്ങൾ ഒരു പാൻ കാർഡ് ഉണ്ടാക്കണം. പാൻ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിലോ സ്റ്റോക്കിലോ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത് നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിലോ സ്റ്റോക്കിലോ ഇൻവെസ്റ്റ് ചെയ്യുന്ന മുമ്പ് പ്രോപ്പറായിട്ട് പഠിക്കുക. സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ച് കഴിഞ്ഞിട്ട് തുടങ്ങാൻ പാടുള്ളൂ. വളരെ സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ ചെറുപ്പത്തിലാണ്, അപ്പോൾ ചാടി കയറിയിട്ട് കുറേ റിസ്ക് എടുക്കരുത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിനെ പറ്റി പ്രോപ്പറായിട്ട് പഠിക്കുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട് മേഡ് ഈസി എന്ന് പറഞ്ഞ കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് മൈനർ 20 കോഡ് ഉപയോഗിച്ചാൽ 20% ഓഫ് ഉണ്ട്. ഇപ്പോൾ ലൈവാണ്. 6 hours മൊത്തം കാര്യങ്ങളും റിസ്ക്സും റിവാർഡും, ഏത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഏതാണ് നിങ്ങൾക്ക് ബെസ്റ്റും അസറ്റ് അലോക്കേഷനും എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ലിങ്ക് ഉണ്ട്. മൈനർ 20 കോഡ് ഉപയോഗിക്കാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയറും കൂടി ചെയ്യുക.